വിശദമായ വാർത്തകളിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. ദില്ലിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ രാവിലെ 11 മണിക്കാണ് യോഗം. ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെക്കുറിച്ച് പ്രവർത്തക സമിതി യോഗം ചർച്ച ചെയ്യും. വൈകുന്നേരം ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം വയനാട്, വടകര സീറ്റുകളിൽ തീരുമാനമെടുക്കുമെന്ന സൂചന. ഇന്നലെ പുറത്തിറങ്ങിയ 9ാമത്തെ സ്ഥാനാർത്ഥി പട്ടികയിലും കേരളത്തിലെ 2 സീറ്റുകളിലും പ്രഖ്യാപനം ഉണ്ടായില്ല. അതേസമയം രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാനായി ഹൈക്കമാൻഡ് നേതൃത്വം പരിഗണിച്ച കർണാടകയിലെയും തമിഴ്നാട്ടിലെയും സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. നേതാക്കന്മാരെ ഇറക്കുമതി ചെയ്ത് കേരളം പിടിക്കാമെന്നത് വ്യാമോഹമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ന്യൂനപക്ഷ ധ്രുവീകരണമുണ്ടാക്കി ഇടതുപക്ഷത്തെ തകർക്കാനാണ് UDF ശ്രമം. ഈ മുന്നണിയിൽ മത്സരിക്കാനാണ് രാഹുൽ വരുമെന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ രാഹുലിനെ തോൽപ്പിച്ച നാടാണിതെന്ന ഖ്യാതി കേരളത്തിന് ലഭിക്കുമെന്നും കോടിയേരി പറഞ്ഞു. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിലെല്ലാം ജയിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് UPയിൽ 2 സീറ്റ് മാത്രമായതെന്നും കോടിയേരി ചോദിച്ചു. വടകര അറക്കിലാട് സിപിഐഎം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ശക്തികൾക്ക് ഒരിക്കലും ഈ കേരളം ഇടം കൊടുത്തിട്ടില്ല. അത്തരം കൂട്ടുകെട്ടുകളെ അന്ന് തോൽപ്പിച്ചതുപോലെ ഇപ്പോൾ RSS നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന ഹിന്ദുത്വ വർഗീയ ശക്തികളെയും SDPI, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗിന്റെ കൂടെ ചേർന്നുകൊണ്ട് UDF ഉണ്ടാക്കുന്ന ഈ ന്യൂനപക്ഷ വർഗീയതയെയും നേരിടാൻ ഈ കേരളത്തിന് സാധിക്കണം. ആ ഉത്തർപ്രദേശിൽ എന്താണ് കോൺഗ്രസിന് 2 സീറ്റായി പോയത്? 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ജയിച്ചത് 2 സീറ്റിൽ മാത്രമാണ്. ഏറ്റവും കൂടുതൽ MPമാരുള്ള ഉത്തർപ്രദേശിൽ 2 സീറ്റ് മാത്രമായിട്ട് എന്തുകൊണ്ട് കോൺഗ്രസിന് മാറി? രാഹുൽ ഗാന്ധി പോയിട്ടൊരു സംസ്ഥാനത്ത് മത്സരിച്ചാൽ തൊട്ടടുത്ത സ്ഥലത്തൊക്കെ കോൺഗ്രസ് ജയിക്കുമെങ്കിൽ ഉത്തർപ്രദേശിൽ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ജയിക്കണ്ടേ? എന്തുകൊണ്ട് അവിടെ ജയിച്ചില്ല? ഇവിടെ വന്ന് മത്സരിക്കുന്നതിലും നമുക്കൊരു പ്രശ്നവുമില്ല. കാരണം നമുക്കൊരു സൗകര്യം കിട്ടും. എന്താ സൗകര്യം? രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ തോൽപ്പിച്ചു എന്നൊരു പേര് നേടാൻ ഈ കേരളത്തിന് അവസരം കിട്ടും. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുകയാണ്. RSPയിൽ നിന്ന് കൂട്ടരാജി. നീണ്ടകര മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ 100ഓളം കുടുംബങ്ങളാണ് RSPയിലെ അധികാരം വടംവലിയിലും പാർലമെന്റേറിയൻ മോഹത്തിലും പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് CPIയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഈ ചവറ മുതൽ ചവറ വരെ നീണ്ടു നിൽക്കുന്ന പാർട്ടിയാണ് RSP എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. കേരള കോൺഗ്രസിനെ പറയുന്ന പോലെ RSP അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ എന്തുകൊണ്ട് RSPയുടെ ഒരു തട്ടകമായ കരിമണലിന്റെ ഭൂമിയിൽ നിന്ന് RSP ഇപ്പോൾ അതല്ല, ആ വേര് അറുത്തുകൊണ്ട് വരാൻ വേണ്ടി മാത്രമുള്ള ഒരു അത്രയും പ്രതിസന്ധി RSPയിലുണ്ടോ? സഖാവ് ബേബി ജോൺ നേതൃത്വപരമായ പങ്കുവച്ച കാലയളവിൽ 6 MLAമാരും നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരടക്കമാളും 2 MPമാരും അടങ്ങിയിട്ടുള്ള പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനെ നയിച്ചിട്ടുണ്ടെങ്കിൽ സഖാവ് ബേബി ജോണിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഇത്തരം ചിന്താഗതിക്കാരെ അധികാരം കൈയടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുവാനുള്ള പരിശ്രമവുമായി മുമ്പോട്ട് പോയതിന്റെ ഫലമാണ് ഇത്തരം ഒരു അവസ്ഥ ഈ പാർട്ടിയെ സംബന്ധിച്ചോളം വന്നു ഭവിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. RSPക്കുള്ളിൽ, അതായത് ഈ നേതാക്കന്മാർ, RSPയിലെ നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഈ UDFയിലേക്ക് പോയത്? എപ്പോഴും ഉണ്ടല്ലോ. അതിന്റെ യഥാർത്ഥമായ തെളിവാണല്ലോ. ഇപ്പോൾ ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് നിശ്ചയമായിട്ടും രാഹുൽജി അനുകൂലമായി പരിഗണിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമാണ്. ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യത്തെ 91 ലോക്സഭാ സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി ഇന്ന്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം സീറ്റുകളിലും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാളെയാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 20 സംസ്ഥാനങ്ങളിലെ സീറ്റുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയമാണ് ഇന്ന് അവസാനിക്കുക. ആന്ധ്രാപ്രദേശ് 25, തെലങ്കാന 17, ഉത്തർപ്രദേശ് 10, മഹാരാഷ്ട്ര 7, അസം, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ 5 സീറ്റുകൾ, ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിലെ 4 സീറ്റുകൾ, അരുണാചൽ പ്രദേശ്, ജമ്മു കശ്മീർ, മേഘാലയ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ 2 സീറ്റുകൾ, മണിപ്പൂർ, ഛത്തീസ്ഗഡ്, നാഗാലാൻഡ്, ത്രിപുര, സിക്കിം, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഓരോ വീതം സീറ്റുകളിലുമാണ് ഇന്ന് വൈകുന്നേരം വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാവുക.
ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാറിലെയും ഓരോ സീറ്റുകളിലും ഇന്ന് വൈകുന്നേരം വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നാളെയാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. മാർച്ച് 28 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനാകും. ഇതോടെ 91 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് ചിത്രവും വ്യക്തമാകും. മാർച്ച് 18-നായിരുന്നു ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം രാഷ്ട്രപതി ഇറക്കിയത്. ഏപ്രിൽ 11-നാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 സീറ്റുകളിലേറെയും 2014-ൽ BJP വലിയ മേൽക്കൈ നേടിയ സീറ്റുകളാണ്. 92 സീറ്റുകൾ BJP സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസ് ആകട്ടെ കേവലം 9 സീറ്റുകളാണ് നേടിയത്. മറ്റു പാർട്ടികളെല്ലാം ചേർന്ന് 50 സീറ്റുകളും നേടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഓരോ മണ്ഡലത്തിലെയും 50% വിവിപാറ്റ് എണ്ണണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിശദമായി വാദം കേൾക്കും. ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, TK രംഗരാജൻ തുടങ്ങി 21 പ്രതിപക്ഷ നേതാക്കളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മാർച്ച് 15-ന് ഹർജി പരിഗണിച്ച കോടതി കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലെ മാനദണ്ഡ പ്രകാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ ഒരു മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ വിവിപാറ്റ് രസീതുകൾ മാത്രമേ എണ്ണുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒരു ബൂത്തിലെ വിവിപാറ്റ് രസീതുകൾ എണ്ണും. യാദൃശികമായി തെരഞ്ഞെടുക്കുന്നതാണ് ഈ ബൂത്തുകൾ. ശരാശരി 0.44% വിവിപാറ്റ് രസീതുകൾ മാത്രമാണ് എണ്ണുന്നത്. ഇത് 50% ഉയർത്തണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ മാനദണ്ഡം ചോദ്യം ചെയ്താണ് 21 പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. TK രംഗരാജൻ, S സുധാകർ റെഡ്ഡി, ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, KC വേണുഗോപാൽ തുടങ്ങി 21 പ്രതിപക്ഷ നേതാക്കളാണ് ഹർജിക്കാർ. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരാണ് ഹർജി പരിഗണിക്കുന്നത്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും എത്ര വിവിപാറ്റ് രസീതുകൾ എണ്ണണം എന്നതിനെക്കുറിച്ച് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തീരുമാനമെടുക്കും. 50% വിവിപാറ്റ് എണ്ണുന്നതിലൂടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ക്രമക്കേട് നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുമെന്ന ആശങ്ക തീർക്കാം. അതോടൊപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ കൃത്യവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്താം എന്നൊക്കെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വാദം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ ലെസ്ലി ചേരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ് ലെസ്ലി നൽകുക. ലെസ്ലി, ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നത് സംബന്ധിച്ച നിലവിൽ അനിശ്ചിതത്വമൊന്നുമില്ല എന്നാണ് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയത്. സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ട ഇത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വമായി ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതനുസരിച്ചാണ് നേരത്തെ ടി സിദ്ദീഖ് തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തത്. അനുകൂലമായ ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നും ഒപ്പം രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഒപ്പം തന്നെ PC ചാക്കോ കഴിഞ്ഞ ദിവസം ചില ഇത്തരം വാർത്തകളില്ല, ഇത് കെട്ടിച്ചമച്ച വാർത്തകൾ മാത്രമാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ ഇതിന് താൻ മറുപടി പ്രതികരിക്കുന്നില്ല എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും ഹൈക്കമാൻഡിന്റെയും രാഹുൽ ഗാന്ധിയുടെയും തീരുമാനത്തിന് വിധേയമായിരിക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു ചില അഭിമുഖങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സഹോദരി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് പരിഗണിക്കപ്പെടുമെന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്നത്. പ്രധാനമായും വയനാട്, കോഴിക്കോട് മേഖലയിലാണ് ഇത്തരത്തിലൊരു പ്രചാരം, അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് എന്നുള്ളതും കാര്യമായി പരിഗണിക്കേണ്ട വിഷയമായി മാറുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വിഷയത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകാനിരിക്കെയാണ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ദേശീയ നേതൃത്വവുമായി അടുത്തു ബന്ധം പുലർത്തുന്ന ഉമ്മൻചാണ്ടി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഇന്ന് വരാനിരിക്കെയാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളാണ് ലെസ്ലി നൽകിയത്. ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള റിട്ട് ഹർജികൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. കേരള ഹൈക്കോടതി നിയമിച്ച ശബരിമല നിരീക്ഷണ സമിതിക്കെതിരെ സർക്കാർ നൽകിയിരിക്കുന്ന ഹർജിയും പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയും കോടതിയുടെ പരിഗണനയ്ക്ക് വിടും.
ഫെബ്രുവരി 6-നാണ് 56 പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേട്ടത്. കേസിൽ കോടതി വിധി പറയാനിരിക്കെയാണ് ഡീടാഗ് ചെയ്ത ഈ ഹർജികൾ കോടതിയുടെ പരിഗണന വരുന്നത്. മണ്ഡലകാല സമയത്തെ നിരോധനാജ്ഞ ചോദ്യം ചെയ്തും യുവതീ പ്രവേശത്തെ എതിർത്തുമുള്ള 32-ൽ പരം ഹർജികൾ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ഡിസംബർ 3-നാണ്. 3 മാസത്തിനു ശേഷമാണ് സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഇതിനിടെ ഭൂരിഭാഗം ഹർജികളും ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു. 9 ഹർജികൾ മാത്രമാണ് ഇനി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജികൾ സ്റ്റേ ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടും. എന്നാൽ മണ്ഡലകാലം അവസാനിച്ചതിനാൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിലപാട് നിർണായകമാകും. സാധാരണ ക്രമസമാധാന വിഷയങ്ങളിൽ കോടതി ഇടപെടാറില്ലെങ്കിലും ശബരിമലയിൽ നിരീക്ഷണ സമിതിയെ നിയമിക്കുക വഴി കേരള ഹൈക്കോടതി പോലീസിന്റെ അധികാര പരിധിയുള്ള വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ക്രമസമാധാന പാലനം, തിരക്ക് നിയന്ത്രിക്കുക തുടങ്ങിയ കേരള പോലീസിന്റെ ഉത്തരവാദിത്വത്തിൽ തീരുമാനമെടുക്കാനും ഇടപെടാനും നിരീക്ഷണ സമിതിക്ക് ഹൈക്കോടതി അനുമതി നൽകിയത് പോലീസിന്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്ന് സർക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേസമയം മണ്ഡലകാല സമയത്ത് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ KSRTC 30% അധിക ചാർജ് വാങ്ങുന്നതും പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ചോദ്യം ചെയ്ത് ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയും സുപ്രീം കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. RSPയുടെ തട്ടകമായ ചവറയിൽ RSPയിൽ നിന്ന് കൂട്ടരാജി. നീണ്ടകര മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ 100ഓളം കുടുംബങ്ങളാണ് RSPയിലെ അധികാരം വടംവലിയിലും പാർലമെന്റേറിയൻ മോഹത്തിലും പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് CPI-യുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഈ ചവറ മുതൽ ചവറ വരെ നീണ്ടു നിൽക്കുന്ന പാർട്ടിയാണ് RSP എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. കേരള കോൺഗ്രസിനെ പറയുന്ന പോലെ RSP അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ എന്തുകൊണ്ട് RSPയുടെ ഒരു തട്ടകമായ കരിമണലിന്റെ ഭൂമിയിൽ നിന്ന് RSP ഇപ്പോൾ അതല്ല, ആ വേര് അറുത്തുകൊണ്ട് വരാൻ വേണ്ടി മാത്രമുള്ള ഒരു അത്രയും പ്രതിസന്ധി RSPയിലുണ്ടോ? സഖാവ് ബേബി ജോൺ നേതൃത്വപരമായ പങ്കുവച്ച കാലയളവിൽ 6 MLA-മാരും നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരടക്കമാളും 2 MP-മാരും അടങ്ങിയിട്ടുള്ള പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനെ നയിച്ചിട്ടുണ്ടെങ്കിൽ സഖാവ് ബേബി ജോണിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഇത്തരം ചിന്താഗതിക്കാരെ അധികാരം കൈയടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുവാനുള്ള പരിശ്രമവുമായി മുമ്പോട്ട് പോയതിന്റെ ഫലമാണ് ഇത്തരം ഒരു അവസ്ഥ ഈ പാർട്ടിയെ സംബന്ധിച്ചോളം വന്നു ഭവിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. RSPക്കുള്ളിൽ, അതായത് ഈ നേതാക്കന്മാർ, RSPയിലെ നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഈ UDF-ലേക്ക് പോയത്? എപ്പോഴും ഉണ്ടല്ലോ. അതിന്റെ യഥാർത്ഥമായ തെളിവാണല്ലോ ഷിബു ബേബി ജോൺ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത്. എപ്പോഴും പാർട്ടി കൈയടക്കുവാൻ വേണ്ടിയുള്ള പ്രേമേന്ദ്രന്റെ വളരെ മോശപ്പെട്ട അഭിപ്രായം, അല്ലെ മോശപ്പെട്ട തീരുമാനവും മോശപ്പെട്ട നീക്കവുമാണല്ലോ ഷിബു ബേബി ജോൺ ചവറ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്. ഷിബു ബേബി ജോണിന് അനുകൂലമായി പ്രേമേന്ദ്രൻ വോട്ട് പിടിച്ചിട്ടില്ല എന്ന് വ്യക്തമായ ധാരണയുള്ളവരാണ് ഞങ്ങൾ. അതിന് അടിസ്ഥാനപരമായ ഒട്ടനവധി കാരണങ്ങളുമുണ്ട്. ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടെങ്കിൽ മാത്രമേ പാർട്ടി പ്രേമേന്ദ്രന്റെ കൈക്കുള്ളിൽ അമർത്തുവാൻ കഴിയൂ എന്നുള്ള അന്ധമായ ധാരണ, അന്ധമായ തീരുമാനവുമായി മുമ്പോട്ട് പോയിട്ടുള്ള ആളാണെന്ന് വ്യക്തിപരമായി പ്രേമേന്ദ്രനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. RSPയിൽ ഇപ്പോഴും ഇതുപോലെ നിരവധി പേരുണ്ടോ ഇങ്ങനെ ആൾക്കാർ? ഞങ്ങളുടെ കൂടെ തന്നെ ഒട്ടനേകം ആൾക്കാർ രാജിവെടുത്തിട്ടുണ്ട്. നീണ്ടകരയിൽ തന്നെ 100 കണക്കിന് ചെറുപ്പക്കാരാണ്, 100 കണക്കിന് കുടുംബങ്ങളാണ്. അതുപോലെ തന്നെ ചവറ നിയോജക മണ്ഡലത്തിൽ ആകമാനം എല്ലാ പഞ്ചായത്തിലും ഇത്തരം വിഷയങ്ങളിൽ അസഹിഷ്ണുത പൂണ്ട ഒട്ടനവധി ചെറുപ്പക്കാരും ഒട്ടനവധി കുടുംബങ്ങളും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതേസമയം ആ RSPയുടെ തട്ടകമായ ചവറയിൽ നിന്നാണ് ഇപ്പോൾ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നതും. അധികാര തർക്കമാണ് പ്രശ്നം. പ്രേമേന്ദ്രനും ഷിബു ബേബി ജോണും RSPയിൽ അധികാരം കൈയടക്കാൻ തുടങ്ങിയതാണ് RSPയുടെ പതനത്തിന് കാരണമെന്ന് വിട്ടുവന്നവർ ആരോപിക്കുന്നു. ചവറയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ തന്നെ ചേരുകയാണ്. രാജ്കുമാർ, ചവറയിൽ RSPയിൽ നിന്ന് കൂട്ടരാജിയാണ് സംഭവിച്ചിരിക്കുന്നത്. പുതിയ വിവരങ്ങൾ, പുതിയ ഡെവലപ്മെന്റ്സ് എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്? ചവറ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഇതേപോലെ തന്നെ നമുക്ക് പ്രതികരണങ്ങൾ ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നിരവധി പേരാണ് RSPയിൽ നിന്ന് രാജിവെച്ച് യഥാർത്ഥ ഇടതുപക്ഷവുമായി സഹകരിക്കുന്നത്. RSPയെ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് വലതുപക്ഷത്ത് കൊണ്ട് കെട്ടിയെന്ന് മാത്രമല്ല, അവിടെ പാർലമെന്റേറിയൻ മോഹവും അതുപോലെ അധികാര തർക്കവും മാത്രമാണ് ഇപ്പോൾ RSPയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രേമചന്ദ്രന് വേണ്ടി RSPയെ പാർട്ടി ഇല്ലാതാക്കി എന്നുള്ളതാണ് ഒരു ആക്ഷേപം. നിരവധി MLA-മാർ, 6 MLA-മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബോർഡ് അംഗങ്ങളും ഉൾപ്പെടെ നിരവധി സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന
RSP ഇന്ന് വട്ടപൂജ്യമായി മാറി. അതിന് കാരണം ഈ RSPയിലെ നേതാക്കളായിട്ടുള്ള പ്രേമേന്ദ്രന്റെയും ഷിബു ബേബി ജോണിന്റെയും അധികാര തർക്കങ്ങളും അവിടുത്തെ പാർലമെന്റേറിയൻ മോഹമാണെന്നാണ് ഇവരുടെ ആരോപണം. അതേസമയം ഈ ആരോപണത്തെ കുറിച്ച് സ്ഥാനാർത്ഥി കൂടിയായ പ്രേമചന്ദ്രനോട് തന്നെ നമ്മൾ ഇത് അന്വേഷിക്കുകയുണ്ടായി. അദ്ദേഹം ഇതിന് പറഞ്ഞത് ചവറ വിജയൻപിള്ളയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇവർ വിജയൻപിള്ളയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു, അന്ന് RSP ഇവരെ പുറത്താക്കി എന്നുള്ളതാണ് പ്രേമേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ അത് ഇവർ നിഷേധിക്കുകയും ചെയ്യുന്നു. വിജയൻപിള്ളയ്ക്ക് വേണ്ടി അല്ല ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചത്, ഷിബു ബേബി ജോണിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷെ ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തുകയായിരുന്നു പ്രേമചന്ദ്രന്റെ താല്പര്യമെന്നും ഇവർ ആരോപിക്കുന്നു. ശരി, എന്തായാലും ചവറയിൽ RSPയിൽ നിന്ന് കൂട്ടരാജി സംഭവിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ഇടവേള. വയനാട് ചീയമ്പത്ത് 3 പേരെ ആക്രമിച്ച കടുവ കൂട്ടിൽ വീണു. വനംവകുപ്പ് കാട്ടിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ വീണത്. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെയോടെയാണ് കടുവ കുടുങ്ങിയത്. കടുവയെ പിടികൂടി പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ ചീയമ്പം സ്വദേശി ഷാജന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 2 കൂടുകളാണ് ഇന്നലെ കടുവയെ പിടികൂടാനായി സ്ഥാപിച്ചിരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടുവയ്ക്ക് ഭക്ഷണമൊന്നും ലഭിച്ചിരുന്നില്ല. അതിനാലാണ് മനുഷ്യനെ ആക്രമിച്ചതെന്നാണ് വിലയിരുത്തൽ. കടുവയെ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. നേതാക്കന്മാരെ ഇറക്കുമതി ചെയ്ത് കേരളം പിടിക്കാമെന്നത് വ്യാമോഹമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ന്യൂനപക്ഷ ധ്രുവീകരണമുണ്ടാക്കി ഇടതുപക്ഷത്തെ തകർക്കാനാണ് UDF ശ്രമം. ഈ മുന്നണിയിൽ മത്സരിക്കാനാണ് രാഹുൽ വരുമെന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ രാഹുലിനെ തോൽപ്പിച്ച നാടാണിതെന്ന ഖ്യാതി കേരളത്തിന് ലഭിക്കുമെന്നും കോടിയേരി പറഞ്ഞു. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ തൊട്ടടുത്ത മണ്ഡലങ്ങളിലെല്ലാം ജയിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് UPയിൽ 2 സീറ്റ് മാത്രമായതെന്നും കോടിയേരി ചോദിച്ചു. വടകര അറക്കിലാട് CPIM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ശക്തികൾക്ക് ഒരിക്കലും ഈ കേരളം ഇടം കൊടുത്തിട്ടില്ല. അത്തരം കൂട്ടുകെട്ടുകളെ അന്ന് തോൽപ്പിച്ചതുപോലെ ഇപ്പോൾ RSS നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന ഹിന്ദുത്വ വർഗീയ ശക്തികളെയും SDPI, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗിന്റെ കൂടെ ചേർന്നുകൊണ്ട് UDF ഉണ്ടാക്കുന്ന ഈ ന്യൂനപക്ഷ വർഗീയതയെയും നേരിടാൻ ഈ കേരളത്തിന് സാധിക്കണം. ഉത്തർപ്രദേശിൽ എന്താണ് കോൺഗ്രസിന് 2 സീറ്റായി പോയത്? 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ജയിച്ചത് 2 സീറ്റിൽ മാത്രമാണ്. ഏറ്റവും കൂടുതൽ MPമാരുള്ള ഉത്തർപ്രദേശിൽ 2 സീറ്റ് മാത്രമായിട്ട് എന്തുകൊണ്ട് കോൺഗ്രസിന് മാറി? രാഹുൽ ഗാന്ധി പോയിട്ടൊരു സംസ്ഥാനത്ത് മത്സരിച്ചാൽ തൊട്ടടുത്ത സ്ഥലത്തൊക്കെ കോൺഗ്രസ് ജയിക്കുമെങ്കിൽ ഉത്തർപ്രദേശിൽ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ജയിക്കണ്ടേ? എന്തുകൊണ്ട് അവിടെ ജയിച്ചില്ല? ഇവിടെ വന്ന് മത്സരിക്കുന്നതിലും നമുക്കൊരു പ്രശ്നവുമില്ല. കാരണം നമുക്കൊരു സൗകര്യം കിട്ടും. എന്താ സൗകര്യം? രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ തോൽപ്പിച്ചു എന്നൊരു പേര് നേടാൻ ഈ കേരളത്തിന് അവസരം കിട്ടും. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുകയാണ്. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയെ പറ്റിയുള്ള അവ്യക്തത തീരുന്നില്ല. രാഹുൽ വരുമോ ഇല്ലയോ എന്നും തീരുമാനമായിട്ടില്ല. UDFൽ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതിനിടെ LDF പ്രചരണത്തിൽ എല്ലാ മേഖലകളിലും ആധിപത്യം നേടുകയാണ്. 2ാം ഘട്ട പര്യടനത്തിലാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. NDAയും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും എത്തിയിട്ടില്ല. വയനാട്ടിൽ പ്രഖ്യാപനത്തിന് മുൻപേ തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തിയ T സിദ്ദിഖ് രാഹുൽ വരുമെന്ന വാർത്തകൾക്കിടെ പിന്മാറി. ഗ്രൂപ്പ് വഴക്കുകൾ തീർന്നിട്ടില്ല. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആവേശത്തിലായ UDF നേതാക്കൾ ഇപ്പോൾ മൗനത്തിലാണ്. ഒന്നിലും വ്യക്തതയില്ല. അണിയറ നീക്കങ്ങൾക്കൊടുവിൽ രാഹുൽ തന്നെ വയനാട്ടിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ. അത് അനുഭാവപൂർവം പോസിറ്റീവായി പരിഗണിക്കപ്പെടും എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. വയനാട് പാർലമെന്റിന്റെ ഇന്നലത്തെ കൺവെൻഷൻ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ കൺവെൻഷനായിരുന്നു. 1000 പങ്കെടുത്ത കൺവെൻഷൻ. ആ കൺവെൻഷൻ രാഹുൽ ഗാന്ധിയുടെ വരവ് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു വലിയ മൂവ്മെന്റായി അവിടെ മാറുകയുണ്ടായി. പ്രചരണത്തിൽ LDF എതിരാളികളില്ലാതെ മുന്നേറുകയാണ്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടപ്പോൾ 2ാം ഘട്ട പര്യടനത്തിലാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. പൊതുവെ ജനങ്ങളുടെ വികാരം ഈ മണ്ഡലത്തിൽ ഞാൻ സമീപിച്ച എല്ലാ ആളുകളും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ വികാരം തീർച്ചയായും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് അനുകൂലമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരവസരം കിട്ടിയാൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഒരു ഇടനിലക്കാരനില്ലാതെ ഏത് മനുഷ്യനും ഏത് സമയത്തും രാഷ്ട്രീയമോ കക്ഷിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരുടെ ആവശ്യങ്ങൾക്ക് സമീപിക്കാൻ കഴിയാവുന്ന ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് ജനങ്ങൾക്ക് നൽകാനുള്ള വാഗ്ദാനം. NDA വയനാട് സീറ്റ് നൽകിയിരിക്കുന്നത് BDJSനാണ്. BDJS സീറ്റ് കൈമാറിയത് കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗത്തിന്.
രാഹുൽ മത്സരിക്കുമെങ്കിൽ സീറ്റ് ഏറ്റെടുക്കണമെന്ന് BJP ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഏതായാലും ഇതിനിടെ ശ്രദ്ധാകേന്ദ്രമായ വയനാട് മണ്ഡലത്തിൽ മറ്റു മുന്നണികളിലെ ആശയക്കുഴപ്പങ്ങൾ പാരമ്യത്തിലാണ്. LDF ആവട്ടെ സർവ്വമേഖലകളിലും മുന്നേറുന്ന ആത്മവിശ്വാസത്തിലും. ന്യൂസ് ബ്യൂറോ, വയനാട്. ഇടവേള.